ജീസസ് റെയിൻസ്, യേശു വാഴുന്നു ശുശ്രൂഷകളിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഗിഫ്റ്റ്സ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങൾ. വിവിധങ്ങളാകുന്ന കൃപാവരങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനത്തിൽ കാണുവാൻ കഴിയുന്നു. 1 കൊരിന്ത്യർ 12 അധ്യായം 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ 9 കൃപാവരങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. അവിടെ 5 മുതലുള്ള വാക്യങ്ങൾ തന്നെ വായിക്കുന്നത്, 4 മുതലുള്ള വാക്യങ്ങൾ വായിക്കുന്നത് നല്ലതാണ്. എന്നാൽ കൃപാവരങ്ങളിൽ വ്യത്യാസമുണ്ട്. ആത്മാവ് ഒന്നത്രേ. പരിശുദ്ധാത്മാവിൽ നിന്ന് ലഭിക്കുന്ന കൃപാവരങ്ങൾ. ശുശ്രൂഷകളിൽ വ്യത്യാസമുണ്ട്. കർത്താവ് ഒരുവൻ. യേശുക്രിസ്തുവിൽ നിന്ന് ലഭിക്കുന്ന മിനിസ്ട്രി ഗിഫ്റ്റ്സ്. വീര്യപ്രവൃത്തികളിൽ വ്യത്യാസമുണ്ട്. എങ്കിലും എല്ലാവരിലും എല്ലാം പ്രവർത്തിക്കുന്ന ദൈവം ഒരുവൻ തന്നെ. സോ ഈ ഒരു പ്രത്യേക വിശദീകരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേണമെങ്കിൽ നമുക്ക് മാനിഫെസ്റ്റേഷൻ ഗിഫ്റ്റ്സ്, 1 കൊരിന്ത്യർ 12 അധ്യായം 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. രണ്ടാമത് മിനിസ്ട്രി ഗിഫ്റ്റ്സ്, ശുശ്രൂഷ വരങ്ങൾ, എഫേസ്യ ലേഖനം 4:11 വാക്യത്തിൽ. മൂന്നാമതായിട്ട് മോട്ടിവേഷണൽ ഗിഫ്റ്റ്സ്, റോമാലേഖനം 12:6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. അങ്ങനെ നമുക്ക് തരംതിരിക്കുവാൻ കഴിയും. 7-ാം വാക്യത്തിൽ, എന്നാൽ ഓരോരുത്തരും ആത്മാവിൻ്റെ പ്രകാശനം പൊതുപ്രയോജനത്തിനായി നൽകപ്പെടുന്നു. ഇവിടെ കൃപാവരങ്ങൾ നൽകുന്നത് എന്തിനു വേണ്ടിയാണ്? സ്വന്തം ആവശ്യത്തിന് വേണ്ടിയല്ല, നമുക്കൊരു സന്തോഷം ഉണ്ടാകുവാനോ ഒരു സ്പിരിച്വൽ പിക്നിക് ഉണ്ടാകുവാനോ വേണ്ടിയല്ല. മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുവാൻ വേണ്ടിയാണ്, സഹായിക്കുവാൻ വേണ്ടിയാണ്. മറ്റുള്ളവരെ സഹായിക്കുവാൻ വേണ്ടിയാണ്. ചില രോഗസൗഖ്യങ്ങൾ വളരെ ശ്രദ്ധേയമാണ്. ചിലർ അനുഭവിക്കുന്ന വല്ലാത്ത ശാരീരിക പീഡകൾ വർഷങ്ങളായിട്ട് അവർ അനുഭവിക്കുന്നതാണ്. ഈ കഴിഞ്ഞ ദിവസം ഒരു രോഗസൗഖ്യം സംഭവിച്ചപ്പോൾ ആ കുട്ടി വർഷങ്ങളായിട്ട് 20ഓളം വർഷങ്ങളായിട്ട് ബ്ലീഡിങ്ങിലൂടെ കടന്നു പോവുകയാണ്. ബ്ലീഡിങ്ങിലൂടെ കടന്നു പോകുന്നു. ആശുപത്രികൾക്ക് ആ കുഞ്ഞിനെ സൗഖ്യമാക്കുവാൻ കഴിഞ്ഞില്ല. എന്നാൽ ഒരു ഉണർവിൻ്റെ നടുവിലായിരുന്ന സന്ദർഭത്തിൽ ബാംഗ്ലൂരിൽ ഒരു ഉണർവ് നടന്നുകൊണ്ടിരിക്കുന്നു. ആ ഉണർവിൻ്റെ നടുവിലായിരുന്നപ്പോൾ ആ കുട്ടി അത്ഭുതകരമായി സൗഖ്യമായി. അതെന്തൊരാശ്വാസമാണ്! ആ കുഞ്ഞിന് എന്തൊരാശ്വാസമാണ്! 20 വർഷമായിട്ട് ആ മകൾ അനുഭവിക്കുന്ന ആ ശാരീരിക പീഡയിൽ നിന്ന് സൗഖ്യം ലഭിക്കുക എന്ന് പറയുന്നത് എത്ര വലിയ ആശ്വാസമാണ്. മറ്റുള്ളവരെ സഹായിക്കുവാൻ വേണ്ടി പൊതുപ്രയോജനത്തിനാകുന്നു ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് കൃപാവരങ്ങളെ നൽകിയിരിക്കുന്നത്. 8-ാമത്തെ വാക്യം മുതൽ 9 കൃപാവരങ്ങൾ കാണുന്നു. 1 കൊരിന്ത്യർ 12 അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം മുതൽ, ഓരോരുത്തന് ആത്മാവിനാൽ ജ്ഞാനത്തിൻ്റെ വചനവും, ഗിഫ്റ്റ് ഓഫ് ദ വിസ്ഡം ഓഫ് ദ വേർഡ് ഓഫ് ഗാഡ്. ആമേൻ. ഒരുവന് ജ്ഞാനത്തിൻ്റെ വചനവും, മറ്റൊന്ന് ഗിഫ്റ്റ് ഓഫ് ആമേൻ നോളജ്, ഗിഫ്റ്റ് ഓഫ് ദ വേർഡ് ഓഫ് നോളജ്, അല്ലെങ്കിൽ ആത്മാവിൽ പരിജ്ഞാനത്തിൻ്റെ വചനവും നൽകപ്പെടുന്നു. ഒരുവന് ആത്മാവിനാൽ ജ്ഞാനത്തിൻ്റെ വചനവും മറ്റൊരുത്തിന് അതേ ആത്മാവിനാൽ പരിജ്ഞാനത്തിൻ്റെ വചനവും നൽകപ്പെടുന്നു. വേറൊരുത്തിന് അതേ ആത്മാവിനാൽ വിശ്വാസം, മറ്റൊരുവന് അതേ ആത്മാവിനാൽ രോഗശാന്തികളുടെ വരം, മറ്റൊരുവന് വീര്യപ്രവർത്തികൾ, വേറൊരുവന് പ്രവചനം, മറ്റൊരുവന് ആത്മാക്കളുടെ വിവേചനം, മറ്റൊരുവന് പലവിധ ഭാഷകൾ, മറ്റൊരുവന് ഭാഷകളുടെ വ്യാഖ്യാനം. ഇവിടെ പറഞ്ഞിരിക്കുന്ന 9 കൃപാവരങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ജ്ഞാനത്തിൻ്റെ വചനം, പരിജ്ഞാനത്തിൻ്റെ വചനം, വിശ്വാസം, രോഗശാന്തികളുടെ വരം, വീര്യപ്രവർത്തികൾ, പ്രവചനം, ആത്മാക്കളുടെ വിവേചനം, പലവിധ ഭാഷകൾ, ഭാഷകളുടെ വ്യാഖ്യാന വരം. എഫേസ്യ ലേഖനം 4-ാമത്തെ അധ്യായത്തിൽ മിനിസ്ട്രി ഗിഫ്റ്റ്സ് കാണുവാൻ കഴിയുന്നുണ്ട്. ശുശ്രൂഷാവരങ്ങൾ എല്ലാവർക്കും അത് ലഭിക്കുകയില്ല. കർത്താവിൻ്റെ കോളിംഗ് ഉള്ളവർ ഓഫീസുകളിലേക്ക് പ്രവേശിക്കുവാൻ വേണ്ടി ദൈവം വിളിച്ചിരിക്കുന്ന കോളിംഗ് ഉള്ളവർക്ക് മാത്രമാണ് അത് ലഭിക്കുന്നത്.
അവിടെ 4-ാമത്തെ അധ്യായത്തിൽ ചില വാക്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ 8 മുതലുള്ള വാക്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ, അതുകൊണ്ട് അവൻ ബദ്ധന്മാരെ പിടിച്ചുകൊണ്ടുപോയി ഉയരത്തിൽ കയറി മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു. മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു. എന്താണ് ഈ ദാനങ്ങൾ? അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, സുവിശേഷകന്മാർ, ഇടയന്മാർ, ഉപദേഷ്ടാക്കന്മാർ. ദൈവിക ശുശ്രൂഷയിലെ 5 ഓഫീസുകളിൽ ദൈവം ഉപയോഗിക്കുന്ന അഭിഷക്തരാകുന്നു മനുഷ്യരുടെ പക്കൽ ദൈവം ഏൽപ്പിച്ച ദാനങ്ങൾ. മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു. നിങ്ങളുടെ ദേശത്ത് ഒരു അപ്പോസ്തലനുണ്ടെങ്കിൽ ആ ദേശത്തിന് ലഭിച്ചിരിക്കുന്ന ഒരു ഗിഫ്റ്റാണ്. നിങ്ങൾ ആ അപ്പോസ്തലനെ സ്വീകരിക്കണം. നിങ്ങളുടെ നടുവിൽ ഒരു പ്രവാചകനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഒരു ഗിഫ്റ്റാണ്, ദൈവത്തിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന ഒരു ഗിഫ്റ്റാണ് പ്രൊഫറ്റ് എന്ന് പറയുന്നത്, ഒരു പ്രവാചകൻ എന്ന് പറയുന്നത്. ആ പ്രവാചകനെ നിങ്ങൾ സ്വീകരിക്കുവാൻ തയ്യാറാകേണ്ടത് ആവശ്യമാണ്. ഇനി 11-ാമത്തെ വാക്യത്തിൽ അവൻ ചിലരെ അപ്പോസ്തലന്മാരായും, എല്ലാവരും അപ്പോസ്തലന്മാരല്ല, ചിലരെ അപ്പോസ്തലന്മാരായും, ചിലരെ പ്രവാചകന്മാരായും, എല്ലാവരും പ്രവാചകന്മാരല്ല, ചിലരെ സുവിശേഷകന്മാരായും, ചിലരെ ഇടയന്മാരായും, ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു. ആരോ വിശദീകരിച്ചപ്പോൾ ഇങ്ങനെ പറയുകയുണ്ടായി, ഈ 5 വിരൽ കൊണ്ട് ഈ 5 വിധ ഓഫീസുകളെ വിശദീകരിക്കുവാൻ കഴിയും. ഇത് അപ്പോസ്തലനാകുന്നു. തള്ളവിരലിനെ വേണമെങ്കിൽ അപ്പോസ്തലൻ എന്ന് വിളിക്കുവാൻ കഴിയും. ചൂണ്ടുവിരൽ ആമേൻ പ്രവാചകനാകുന്നു. പ്രവാചകൻ വിരൽ ചൂണ്ടി പ്രവചിക്കുന്നു. പ്രവാചകൻ ആമേൻ വിരലുകളിൽ ഏറ്റവും നീളം കൂടിയത് മിഡിൽ ഫിംഗറാണ്. സുവിശേഷകൻ, 3-ാമത് സുവിശേഷകൻ ജനത്തിൻ്റെ ഇടയിലേക്ക്, ആരും കടന്നു ചെല്ലാത്ത ഇടങ്ങളിലേക്ക് കടന്നു ചെന്ന് യേശുവിനെ പ്രസംഗിക്കുന്നവനാകുന്നു സുവിശേഷകൻ. ആമേൻ. 4-ാമത് പാസ്റ്റർ. ആമേൻ. ഈ റിംഗ് ഫിംഗർ, ആമേൻ, സാധാരണ മോതിരമിടുന്നവർ ഈ ഫിംഗറിലാണല്ലോ മോതിരമിടുന്നത്. ആമേൻ. പാസ്റ്റർ, മാന്യനാകുന്ന പാസ്റ്റർ. 5-ാമത് ടീച്ചർ. ഈ അണിവിരൽ ടീച്ചറിന് തുല്യമാകുന്നു. ആർക്കും കടന്നു ചെല്ലുവാൻ കഴിയാത്ത ഇടങ്ങളിലൊക്കെ കടന്നു ചെന്ന് രഹസ്യങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ കഴിയുന്ന ഉപദേഷ്ടാവ്, പഠിപ്പിക്കുവാൻ കഴിയുന്ന ഉപദേഷ്ടാവ്. ഓ ഹല്ലേലൂയ. ചിലരെ അപ്പോസ്തലന്മാരായും, ചിലരെ പ്രവാചകന്മാരായും, ചിലരെ സുവിശേഷകന്മാരായും, ചിലരെ ഇടയന്മാരായും, ചിലരെ ഉപദേഷ്ടാക്കന്മാരായും, ചിലരെ ഇടയന്മാരായും, അതിനുശേഷം ചിലരെ ഇല്ല, ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരുമായി നിയമിച്ചിരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ എല്ലാ പാസ്റ്റേഴ്സും സാധാരണഗതിയിൽ ടീച്ചേഴ്സ് കൂടിയാണ്. ടീച്ചിങ്ങും പ്രീച്ചിങ്ങും തമ്മിൽ വ്യത്യാസമുണ്ട്. പ്രീച്ചിങ് എന്ന് പറയുന്നത് പ്രൊക്ലെയിമിങ് ദ ട്രൂത്താണ്. പ്രൊക്ലെയിമിങ് ദ ട്രൂത്ത്, സത്യത്തെ വിളംബരം ചെയ്യുന്നതാണ്, സുവിശേഷത്തെ വിളംബരം ചെയ്യുന്നതാണ് പ്രീച്ചിങ് എന്ന് പറയുന്നത്. ടീച്ചിങ് എന്ന് പറയുന്നത് എക്സ്പ്ലെയിനിങ് ദ ട്രൂത്താണ്, സത്യത്തെ വിശദീകരിക്കുന്നതാണ് ടീച്ചിങ് എന്ന് പറയുന്നത്. ടീച്ചേഴ്സ് നമ്മുടെ ഇടയിൽ കുറവാണ്. ഒത്തിരി പ്രീച്ചേഴ്സാണുള്ളത്. ഭൂരിപക്ഷവും പ്രീച്ചേഴ്സാണ്. ടീച്ചേഴ്സിൻ്റെ എണ്ണം വളരെ കുറവാണ്. പാസ്റ്റർ കെനത്ത് ഹെഗിൻ എന്ന് പറയുന്ന ദൈവദാസൻ തൻ്റെ അനുഭവം വിശദീകരിക്കാറുണ്ട്. അദ്ദേഹത്തിൻ്റെ അനുഭവം വിശദീകരിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹം പറയുന്നത്, അദ്ദേഹം ഒരു പ്രീച്ചറായിരുന്നു. ആ പ്രീച്ചറായിരിക്കുന്ന സന്ദർഭത്തിൽ പ്രത്യേകമായിട്ട് താൻ ഒരു ചർച്ചിൻ്റെ പാസ്റ്റർ കൂടെ ആയിക്കഴിഞ്ഞപ്പോൾ തനിക്കൊരു ടീച്ചിങ് മിനിസ്ട്രി സജീവമാകേണ്ടത് ആവശ്യമെന്നുള്ള ബോധ്യമുണ്ടായി. അങ്ങനെ തനിക്കറിയാം എന്ന് തൻ്റെ മേലൊരു ടീച്ചിങ് മിനിസ്ട്രി, ഏത് സമയത്ത് തൻ്റെ മേലൊരു ടീച്ചിങ് മിനിസ്ട്രി വന്നു എന്ന് പാസ്റ്റർക്ക് നന്നായിട്ട് അറിയാമെന്നാണ് ആ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. പാസ്റ്റർ കെനത്ത് ഹെഗിൻ ഇനിഷ്യലി ഒരു പ്രീച്ചറായിരുന്നു. ആമേൻ. എന്നാൽ ഒരു പ്രത്യേക സന്ദർഭത്തിൽ ഒരു ഉപദേഷ്ടാവിൻ്റെ അഭിഷേകം, ഒരു മാൻഡിൽ പാസ്റ്റർ കെനത്ത് ഹെഗിൻ്റെ മേൽ വരികയും അതിനുശേഷം അദ്ദേഹം ലോകമെന്നറിയപ്പെടുന്ന ഏറ്റവും വളരെ ശ്രദ്ധേയനാകുന്ന ഒരു ഉപദേഷ്ടാവായി, ഒരു ടീച്ചറായിട്ട് മാറുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ ഒത്തിരി സത്യങ്ങളെ നമ്മെ പഠിപ്പിക്കുന്ന പുസ്തകങ്ങളാണ്. ആ സത്യങ്ങളെ വിശദീകരിക്കുവാൻ തക്കവണ്ണമുള്ള ഒരു ടീച്ചിങ് മിനിസ്ട്രി അഭിഷക്തൻ്റെ മേൽ വ്യാപരിച്ചു. പൗലോസ് ടീച്ചറായിരുന്നോ? ആദ്യം അദ്ദേഹം ഒരു പ്രവാചകനായിരുന്നുവോ? ഞാൻ വിശ്വസിക്കുന്നത് അദ്ദേഹത്തിന് ആദ്യം ഇനിഷ്യലായിട്ട് ലഭിച്ചിരുന്ന ഓഫീസ് എന്ന് പറയുന്നത് ഒരു ടീച്ചിങ് ഓഫീസായിരുന്നു. അപ്പോസ്തലപ്രവൃത്തി 13-ാമത്തെ അധ്യായത്തിൽ 1-ാമത്തെ വാക്യത്തിൽ അന്ത്യോക്യയിലെ സഭയിൽ ബർന്നബാസ്, നീഗർ എന്നു പേരുള്ള ശിമോൻ, കുറേനക്കാരനായ ലൂക്കോസ്, ഇടപ്രഭുവായ ഹെരോദാവോടുകൂടെ വളർന്ന മനായൻ, ശൗൽ എന്നീ പ്രവാചകന്മാരും ഉപദേഷ്ടാക്കന്മാരും. അപ്പോൾ ചിലർ പറയുന്നു ശൗൽ ഒരു പ്രവാചകനായിരുന്നു എന്ന്. എന്നാൽ പൗലോസ്, ശൗൽ പിന്നീട് പൗലോസ് എന്നറിയപ്പെടുന്നു. ശൗൽ എന്നുള്ളത് എബ്രായ പേരും പൗലോസ് എന്നുള്ളത് യവനായ പേരുമാകുന്നുവല്ലോ.
അന്നത്തെ കാലത്ത് എല്ലാവർക്കും 2 പേരുകളുണ്ടായിരുന്നു. യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം 2 പേരുകളുണ്ടായിരുന്നു. അവർക്ക് അവരുടെ എബ്രായ പേരുമുണ്ടായിരുന്നു, യവനായ പേരും. അന്ന് ഗ്രീക്ക് ഇൻഫ്ലുവൻസ്, എല്ലാ മേഖലകളിലും ഗ്രീക്ക് ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നു. യവനായ ഭരണ സംവിധാനത്തിൻ്റെ കീഴിലായിരുന്നൊരു പ്രത്യേക കാലഘട്ടത്തിൽ ലോകരാജ്യങ്ങൾ, പറഞ്ഞ രാജ്യങ്ങളെല്ലാം, അവിടെയുള്ള രാജ്യങ്ങളെല്ലാം യവനായ ഭരണത്തിൻ്റെ കീഴിലായിരുന്നു. പിന്നീട് യേശു വന്ന സമയത്ത് റോമാക്കാർ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്കിലും റോമാക്കാർ ഭരിച്ചുകൊണ്ടിരുന്നു എങ്കിൽ പോലും യവനായ ഭാഷയുടെ വലിയ സ്വാധീനമുണ്ടായിരുന്നു, യവനായ സംസ്കാരത്തിൻ്റെ വലിയ സ്വാധീനമുണ്ടായിരുന്നു. അതിനാലാകുന്നു ശൗൽ എന്ന പൗലോസ്, പിന്നീട് പൗലോസ് എന്നാണ്, ആ യവനായ പേരിലാണ് അദ്ദേഹം അറിയപ്പെട്ടത്. ശൗല് പ്രവാചകനായിരുന്നുവോ ഉപദേഷ്ടാവായിരുന്നുവോ? ഇത് വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായമാണ്. പൗലോസിൻ്റെ ലേഖനങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അതൊരു നല്ല ടീച്ചിങ് ഗിഫ്റ്റുള്ള ഒരാളിന് മാത്രമേ അങ്ങനെ ലേഖനങ്ങൾ എഴുതുവാൻ കഴിയത്തുള്ളൂ. ഇപ്പോൾ നമ്മൾ 1 കൊരിന്ത്യർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ 12-ാമത്തെ അധ്യായത്തിൽ കൃപാവരങ്ങളെക്കുറിച്ചൊക്കെ വിശദീകരിക്കുമ്പോൾ ഒരു ടീച്ചർ, ഒരു അധ്യാപകൻ വിശദീകരിക്കുന്നത് പോലെയാണ് ആ കത്തിലൂടെ കൃപാവരങ്ങളെക്കുറിച്ചുള്ള വിശദീകരണങ്ങൾ നമുക്ക് നൽകിത്തരുന്നത്. വളരെ വ്യക്തം. അദ്ദേഹം പ്രവാചകനുമായിരുന്നു എന്ന് നമുക്ക് ഉറപ്പായിട്ടും വിശ്വസിക്കാം. എന്നാൽ തുടക്കത്തിൽ പൗലോസ് പ്രവേശിച്ചിരുന്ന ഒരു ഓഫീസ് ഉപദേഷ്ടാവിൻ്റെ, ടീച്ചറിൻ്റെ ഓഫീസായിരുന്നു എന്നുള്ള ഒരു ബോധ്യമാണ് ഈ ഭാഗത്തു നിന്ന് ലഭിക്കുന്നത്. പിന്നീട് താൻ അപ്പോസ്തോലിക് ഓഫീസിലേക്ക്, അപ്പോസ്തോലനായിട്ട് ദൈവം തന്നെ ഉയർത്തുകയുണ്ടായി. 14-ാമത്തെ അധ്യായത്തിലാണ് ആദ്യമായിട്ട് പൗലോസിനെ അപ്പോസ്തോലൻ എന്ന് വിളിച്ചിരിക്കുന്നത്. അവിടെ വെച്ച് ഒരു പ്രൊമോഷൻ തന്നെ ലഭിക്കുകയാണ്. അപ്പോസ്തോലിക് ഓഫീസിലേക്ക് പൗലോസ് പ്രൊമോട്ടഡ് ആകുകയാണ്. നിങ്ങളിലും ശുശ്രൂഷയിൽ വിളിക്കപ്പെട്ടിരിക്കുന്നവർ ചിലപ്പോൾ തുടക്കത്തിൽ നിങ്ങളുടെ കോളിങ് ടീച്ചർ എന്ന ഒരു കോളിംഗ് ആയിരിക്കും, അല്ലെങ്കിൽ ഇവാഞ്ചലിസ്റ്റ് എന്നുള്ളൊരു കോളിംഗ് ആയിരിക്കും. എന്നാൽ അവിടെ വിശ്വസ്തരായിട്ട് നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ മറ്റ് ഓഫീസുകളിലേക്ക് നിങ്ങൾക്ക് പ്രൊമോഷൻസ് ലഭിക്കുവാനുള്ള സാധ്യതകൾ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് കാണുവാൻ കഴിയുന്നു. അങ്ങനെ എഫേസ്യ ലേഖനം 4-ാമത്തെ അധ്യായം 11-ാമത്തെ വാക്യത്തിൽ 4 ഓഫീസുകളെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു. വീണ്ടും റോമാലേഖനത്തിലേക്ക് പോവുകയാണെങ്കിൽ റോമാലേഖനം 12-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 6 മുതലുള്ള വാക്യങ്ങളിൽ മോട്ടിവേഷണൽ ഗിഫ്റ്റ്സ് കാണുവാൻ കഴിയുന്നുണ്ട്. ആകയാൽ നമുക്ക് ലഭിച്ച കൃപയ്ക്കൊത്തവണ്ണം വെവ്വേറെ വരം ഉള്ളതുകൊണ്ട് പ്രവചനമെങ്കിൽ വിശ്വാസത്തിന് ഒത്തവണ്ണം, ശുശ്രൂഷയെങ്കിൽ ശുശ്രൂഷയിൽ, ഉപദേശിക്കുന്നവനെങ്കിൽ ഉപദേശത്തിൽ, പ്രബോധിപ്പിക്കുന്നവനെങ്കിൽ പ്രബോധനത്തിൽ, ദാനം ചെയ്യുന്നവൻ ഏകാഗ്രതയോട്, ഭരിക്കുന്നവൻ ഉത്സാഹത്തോട്, കരുണ ചെയ്യുന്നവൻ പ്രസന്നതയോട് ആകട്ടെ. ഇതാ ഇവിടെ 1 കൊരിന്ത്യരിൽ പറഞ്ഞിരിക്കുന്ന പ്രൊഫസിയും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അത് കൂടാതെയുള്ള ചില കൃപാവരങ്ങൾ നമുക്കിവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. പ്രവചനം കഴിഞ്ഞാൽ ശുശ്രൂഷ, മിനിസ്ട്രി എന്ന് പറയുന്നത് ഒരു ഗിഫ്റ്റ് ആകുന്നു എന്ന് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇവിടെ ടീച്ചിങ് മിനിസ്ട്രി ഇവിടെ റിപ്പീറ്റഡ് ആയിട്ടുണ്ട്. എഫേസ്യ ലേഖനം 4:11 പറഞ്ഞിരിക്കുന്നത് ഓഫീസാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഏതൊരു വിശ്വാസിക്ക് വേണമെങ്കിലും ഈ ഗിഫ്റ്റ് ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ടീച്ചറായി തീരുവാൻ കഴിയും. ഉപദേശിക്കുന്നവനെങ്കിൽ ഉപദേശത്തിൽ, പ്രബോധിപ്പിക്കുന്നവനെങ്കിൽ പ്രബോധനത്തിൽ, അതൊരു ഗിഫ്റ്റാണ്. ദാനം ചെയ്യുന്നവൻ, ഗിവിങ് ഒരു ഗിഫ്റ്റാണ്, എല്ലാവർക്കും ലഭിക്കണം. ആ ഗിഫ്റ്റ് എല്ലാവർക്കും ലഭിക്കണം. ദാനം ചെയ്യുന്നവൻ ഏകാഗ്രതയോടെ, ഭരിക്കുന്നവൻ, സോ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഉണ്ട്, ഭരണത്തിലേക്ക് പ്രവേശിക്കുന്നവരുണ്ട്. അഡ്മിനിസ്ട്രേഷൻ അതൊരു ഗിഫ്റ്റാണ്. ഭരിക്കുന്നവൻ ഉത്സാഹത്തോട്, മേഴ്സി കരുണ ചെയ്യുന്നവൻ പ്രസന്നതയോട്, അതും ഒരു ഗിഫ്റ്റാണ്. കരുണ ചെയ്യുന്നവൻ പ്രസന്നതയോട്. സോ ഇവിടെ നമുക്ക് 7 കൃപാവരങ്ങൾ കാണുവാൻ കഴിയുന്നു. പ്രവചനം, ശുശ്രൂഷ, ഉപദേശം, പ്രബോധനം, ദാനം, ഭരണം, കരുണ, ഇങ്ങനെ 7 കൃപാവരങ്ങൾ നമുക്കിവിടെ കാണുവാൻ കഴിയുന്നു. വീണ്ടും യെശയ്യാപ്രവാചകൻ്റെ പുസ്തകം 11-ാമത്തെ അധ്യായത്തിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ പരിശുദ്ധാത്മാവിൻ്റെ 7 ഗുണമേന്മകളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. 11-ാമത്തെ അധ്യായം 2-ാമത്തെ വാക്യത്തിൽ അവൻ്റെ മേൽ യഹോവയുടെ ആത്മാവ് ആവസിക്കും, ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ്, ആലോചനയുടെയും ബലത്തിൻ്റെയും ആത്മാവ്, പരിജ്ഞാനത്തിൻ്റെയും യഹോവ ഭക്തിയുടെയും ആത്മാവ്. 7 പരിശുദ്ധാത്മാവിൻ്റെ
ക്വാളിറ്റീസാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ 7 ക്വാളിറ്റീസും നമ്മിലൂടെ പുറപ്പെടും. സ്പിരിറ്റ് ഓഫ് ദ ലോർഡ്, സ്പിരിറ്റ് ഓഫ് വിസ്ഡം, സ്പിരിറ്റ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ്, സ്പിരിറ്റ് ഓഫ് കൗൺസിൽ, സ്പിരിറ്റ് ഓഫ് മൈറ്റ്, സ്പിരിറ്റ് ഓഫ് നോളജ് ആൻഡ് സ്പിരിറ്റ് ഓഫ് ദ ഫിയർ ഓഫ് ദ ലോർഡ്. യഹോവയുടെ ആത്മാവ്, ജ്ഞാനത്തിൻ്റെ ആത്മാവ്, വിവേകത്തിൻ്റെ ആത്മാവ്, ആലോചനയുടെ ആത്മാവ്, ബലത്തിൻ്റെ ആത്മാവ്, പരിജ്ഞാനത്തിൻ്റെ ആത്മാവ്, യഹോവ ഭക്തിയുടെ ആത്മാവ്. വാ, ഞാൻ വർഷങ്ങൾ ഈ പ്രാർത്ഥനകൾ, ഈ വചനങ്ങൾ പ്രാർത്ഥനയിൽ ഏറ്റുപറയുമായിരുന്നു. എൻ്റെ ശുശ്രൂഷയുടെ ആരംഭ നാളുകളിലൊക്കെ എല്ലാ ദിവസവും, ഇപ്പോഴും ചില ദിവസങ്ങളിലൊക്കെ ഞാൻ ശുശ്രൂഷയിൽ ഈ ഭാഗങ്ങൾ ഏറ്റുപറയാറുണ്ട്. യഹോവയുടെ ആത്മാവ്, കർത്താവേ, അങ്ങയുടെ ആത്മാവിനാൽ ഞാൻ നിറഞ്ഞിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ ആത്മാവിൻ്റെ സാന്നിധ്യത്തിൽ ജീവിക്കാൻ എന്നെ സഹായിക്കണമേ. ജ്ഞാനത്തിൻ്റെ ആത്മാവ്, അങ്ങയുടെ ജ്ഞാനത്താൽ എന്നെ നിറയ്ക്കണമേ. അങ്ങയുടെ വിവേകത്താൽ എന്നെ നിറയ്ക്കണമേ. അങ്ങയുടെ ആലോചനയാൽ എന്നെ നിറയ്ക്കണമേ. അങ്ങയുടെ ബലത്താൽ എന്നെ നിറയ്ക്കണമേ. അങ്ങയുടെ പരിജ്ഞാനത്താൽ എന്നെ നിറയ്ക്കണമേ. അങ്ങയുടെ ഭക്തിയാൽ, ഡിവോഷൻ, അങ്ങയുടെ ആമേൻ ഭക്തിയാൽ അല്ലെങ്കിൽ ഫിയർ ഓഫ് ദ ലോർഡിനാൽ എന്നെ നിറയ്ക്കണമേ. വാ, പ്രാർത്ഥിക്കണം. ആ നിലയിൽ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളിൽ ഇതെല്ലാം വെളിപ്പെടും. ഈ പറഞ്ഞിരിക്കുന്ന ക്വാളിറ്റീസ് എല്ലാം വെളിപ്പെടും. വെളിപ്പാട് പുസ്തകത്തിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുമ്പോൾ 1-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ 7 ആത്മാക്കൾ എന്ന് പറഞ്ഞിരിക്കുന്നു. 7 സ്പിരിറ്റ്സ് എന്ന് പറയുമ്പോൾ അത് ക്വാളിറ്റീസ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് ആണ്. 7 ക്വാളിറ്റീസ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. സ്പിരിറ്റ് ഓഫ് ദ ലോർഡ്, സ്പിരിറ്റ് ഓഫ് wisdom, spirit of understanding, spirit of counsel, spirit of might, spirit of knowledge and spirit of the fear of the Lord. 7 ക്വാളിറ്റീസ്. ആ 7 ക്വാളിറ്റീസിനാലും നിറയുവാൻ കഴിയും. കൃപാവരങ്ങൾ ഇങ്ങനെ വിശാലമായി കിടക്കുകയാണ്. 1 കൊരിന്ത്യർ 12-ാമത്തെ അധ്യായം 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ, റോമാലേഖനം അതിൻ്റെ 12-ാമത്തെ അധ്യായം 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിലും, യശയ്യാപ്രവാചകൻ്റെ പുസ്തകം 11-ാമത്തെ അധ്യായം 2-ാമത്തെ വാക്യം, എഫേസ്യ ലേഖനത്തിലേക്ക് പോവുകയാണെങ്കിൽ എഫേസ്യ ലേഖനത്തിൽ അതിൻ്റെ 1-ാമത്തെ അധ്യായം 17-ാമത്തെ വാക്യത്തിൽ നിങ്ങളെ ഓർത്തും കൊണ്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവവും മഹത്വവുമുള്ള പിതാവായവൻ നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ തരേണ്ടതിനും. സോ സ്പിരിറ്റ് ഓഫ് വിസ്ഡം ആൻഡ് സ്പിരിറ്റ് ഓഫ് റെവലേഷൻ. വാ, നിങ്ങൾക്ക് എല്ലാവർക്കും സ്വീകരിക്കാൻ കഴിയും. സ്പിരിറ്റ് ഓഫ് വിസ്ഡം ആൻഡ് സ്പിരിറ്റ് ഓഫ് റെവലേഷൻ. നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട് അവൻ്റെ വെളിയാലുള്ള ആശ എന്നതെന്നും വിശുദ്ധന്മാരിൽ അവൻ്റെ അവകാശത്തിൻ്റെ മഹിമാതനം എന്നതെന്നും അവൻ്റെ ബലത്തിൻ വല്ലഭത്വത്തിൻ്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം എന്നതെന്നും നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥന പേഴ്സണലൈസ് ചെയ്ത് പ്രാർത്ഥിക്കുമായിരുന്നു. കുറേ കാലം ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. എഫേസ്യ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 17 മുതലുള്ള വാക്യങ്ങളിൽ നിങ്ങളെ ഓർത്തും കൊണ്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവവും മഹത്വമുള്ള പിതാവായവൻ എനിക്ക് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ തരേണ്ടതിനും എൻ്റെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട് അവൻ്റെ വെളിയാലുള്ള ആശ ഇന്നതെന്ന് വിശുദ്ധന്മാരിൽ അവൻ്റെ അവകാശത്തിൻ്റെ മഹിമാതനം ഇന്നതെന്നും അവൻ്റെ ബലത്തിൻ വല്ലഭത്വത്തിൻ്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന എനിക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും ഞാൻ അറിയേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെ പ്രാർത്ഥിക്കണം. ബൈബിൾ എടുത്ത് തുറന്നു വെച്ച് ഈ വാക്യത്തിലൂടെ പേഴ്സണലൈസ് ചെയ്ത് പ്രാർത്ഥിക്കണം. പൗലോസിൻ്റെ മനോഹരമാകുന്ന പ്രാർത്ഥനകളുണ്ട്. ആ പ്രാർത്ഥനകളെല്ലാം നിങ്ങൾക്ക് അവിടെ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്കെന്നുള്ളതിന് പകരമായിട്ട് എനിക്കെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുവാൻ കഴിയും. ആ പ്രാർത്ഥന വളരെ പവർഫുള്ളാണ്. വേർഡ് ഓഫ് ഗോഡ് പ്രാർത്ഥനയിൽ ദൈവസന്നിധിയിൽ ഉയർത്തുകയാണെങ്കിൽ സോ പവർഫുൾ, വളരെ വളരെ ശക്തമാകുന്നു. ഈ ശബ്ദം കേൾക്കുന്ന അനേകരുടെ മേൽ കൃപാവരങ്ങൾ സജീവമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇങ്ങനെ നിങ്ങൾ ഒരു അന്വേഷണം നടത്തുകയാണെങ്കിൽ നിങ്ങൾ അവസാനം ഒരു നിഗമനത്തിൽ എത്തിച്ചേരും. കൃപാവരങ്ങൾ എണ്ണിത്തിട്ടപ്പെടുത്തുവാൻ കഴിയത്തില്ല. ചിലർ പറയുന്നു 9 കൃപാവരങ്ങൾ, ചിലർ പറയുന്നു 22 കൃപാവരങ്ങൾ. അങ്ങനെ എണ്ണിത്തിട്ടപ്പെടുത്തുവാൻ കഴിയത്തില്ല. ബൈബിളിൽ ഇത് വിശാലമായി കിടക്കുകയാണ്. അതിന് നല്ലൊരു ഉദാഹരണമാണ് 2 കൊരിന്ത്യർ 12-ാമത്തെ അധ്യായം 12-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനാകുന്ന പൗലോസ് അപ്പോസ്തലൻ്റെ ലക്ഷണങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. സൈൻസ് ഓഫ് ആൻ അപ്പോസ്റ്റൽ. മാരുതി കാറ് കാണുമ്പോൾ അതിൻ്റെ മേലൊരു സൈനുണ്ട്. ടൊയോട്ട
കാറ് കാണുമ്പോൾ അതിൻ്റെ മേലൊരു സൈനുണ്ട് എന്നതുപോലെ അപ്പോസ്തോലനെ കാണുമ്പോൾ അതിൻ്റെ ചില അടയാളങ്ങളുണ്ട്. അപ്പോസ്തോലൻ്റെ ലക്ഷണങ്ങൾ ഒന്ന് പൂർണ്ണ സഹിഷ്ണുതയിലും അടയാളങ്ങളാലും ബഹുവചനമാണ്, അത്ഭുതങ്ങളാലും ബഹുവചനമാണ്, വീര്യപ്രവർത്തികളാലും ബഹുവചനമാണ്. നിങ്ങളുടെ ഇടയിൽ വെളിപ്പെട്ടു വന്നുവല്ലോ. സോ അടയാളങ്ങൾ ബഹുവചനം. അടയാളങ്ങളും അത്ഭുതങ്ങളും ഒന്നാണെങ്കിൽ രണ്ടായിട്ട് എഴുതുകയില്ല. അത്ഭുതം ഒന്നാണ്, അടയാളം ഒന്നാണ്. വീര്യപ്രവൃത്തികളും അത്ഭുതങ്ങളും ഒന്നാണെങ്കിൽ രണ്ടായിട്ട് എഴുതുകയില്ല. ഇത് മൂന്ന് ഡിപ്പാർട്ട്മെൻറ്റ്സാണ്. ഇനിയുള്ള ദിവസങ്ങളിൽ ഞാനിത് കൂടുതൽ വിശദീകരിക്കാം. അടയാളങ്ങൾ ബഹുവചനമാണ് പറഞ്ഞിരിക്കുന്നത്, അത്ഭുതങ്ങൾ ബഹുവചനമാണ് പറഞ്ഞിരിക്കുന്നത്, വീര്യപ്രവൃത്തികൾ ബഹുവചനമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോസ്തലനിൽ തന്നെ വെളിപ്പെടുന്ന കൃപാവരങ്ങൾ ഇന്യൂമറബിളാകുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ്, ഈ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, കൃപാദാനങ്ങൾ ഇന്യൂമറബിളാകുന്നു, എണ്ണിത്തിട്ടപ്പെടുത്തുവാൻ കഴിയുകയില്ല. ബൈബിളിൽ അത് വിശാലമായി പരന്നു കിടക്കുകയാണ്. പഴയ നിയമം മുതൽ തന്നെ നിങ്ങൾക്കത് കണ്ടെത്തുവാൻ കഴിയും. അനേകം ഭാഗങ്ങളിൽ നിന്ന് നിങ്ങൾ കണ്ടെത്തുവാൻ കഴിയും. കൊതിക്കണം, ഇതെല്ലാം എന്നിലൂടെ പുറപ്പെടണമേ എന്ന് കൊതിക്കണം. നിങ്ങൾ ആഗ്രഹിക്കുകയും കൊതിക്കുകയും ചെയ്യുകയാണെങ്കിൽ, അതിനുവേണ്ടി ഒരു ഡീപ്പ് ഡിസയർ ഉണ്ടാകുകയാണെങ്കിൽ, ആ നിലയിൽ ജീവിതത്തെ ക്രമപ്പെടുത്തി പരിശുദ്ധാത്മാവിനോട് സഹകരിച്ച് ജീവിക്കുകയാണെങ്കിൽ, പരിശുദ്ധാത്മാവുമായിട്ടുള്ള ആ ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പിൽ നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ അത്ഭുതങ്ങൾ സംഭവിക്കുവാൻ തുടങ്ങും. നിങ്ങൾ ഈ തലമുറയിൽ പ്രയോജനപ്പെടുവാൻ പോകുകയാണ്. മറ്റുള്ളവർക്ക് ഉപകാരികളായി തീരുവാൻ പോകുന്നു. എന്തിനാണ് പരിശുദ്ധാത്മാവ് തൻ്റെ കൃപാവരങ്ങൾ നൽകുന്നത്? ടു സെർവ് അതേഴ്സ്, സേവ്ഡ് ടു സെർവ്. എന്തിനാണ് രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്? മറ്റുള്ളവരെ ശുശ്രൂഷിക്കുവാൻ വേണ്ടിയാണ്. സേവ്ഡ് ടു സെർവ്, മറ്റുള്ളവരെ സഹായിക്കുവാൻ വേണ്ടി, മറ്റുള്ളവരെ ബലപ്പെടുത്തുവാൻ വേണ്ടി, മറ്റുള്ളവർക്ക് ഒരു കരം കൊടുത്ത് അവരെ ദിശ കാണിച്ചു കൊടുക്കുവാൻ വേണ്ടി, ഈ ഡയറക്ഷനിൽ പോകുക എന്ന് പറഞ്ഞു കൊടുക്കുവാൻ വേണ്ടി ഈ കൃപാവരങ്ങൾ നമ്മിലൂടെ പുറപ്പെടും. വേദന അനുഭവിക്കുന്നവരെ ആ വേദനയിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ വേണ്ടി, നീണ്ട നാളുകളായി രോഗബാധിതരായിരിക്കുന്നു, അവരെ പുറത്തു കൊണ്ടുവരുവാൻ വേണ്ടി, അവരുടെ മേലൊരു സൗഖ്യത്തെ അയക്കുവാൻ വേണ്ടി പരിശുദ്ധാത്മാവ് ഈ കൃപാദാനങ്ങളെ നിങ്ങളിലൂടെ പുറപ്പെടുവിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ യൗവനക്കാരും ആഗ്രഹിക്കണം. നിങ്ങൾ 20കളിലായിരിക്കുന്നു, 25 വയസ്സ്, 28 വയസ്സ്, 30 വയസ്സ്, ഈ സമയങ്ങളിൽ വെറുതെ അതും ഇതുമൊന്നും ആഗ്രഹിക്കാതെ, ചപ്പുചവറുകൾ ആഗ്രഹിക്കാതെ, പരിശുദ്ധാത്മാവിൽ നിന്ന് ലഭിക്കുന്ന ഇത്തരത്തിലുള്ള ഗുണമേന്മയുള്ള കാര്യങ്ങൾ ആഗ്രഹിക്കുകയാണെങ്കിൽ, ഇത് നിങ്ങളിൽ സജീവമായി തീരുകയാണെങ്കിൽ, ഈ തലമുറയിൽ എത്രായിരം പേർക്ക് നിങ്ങൾ ഉപകാരികളായി തീരാൻ പോകുന്നു. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു യൗവനക്കാരൻ്റെ ശുശ്രൂഷയുടെ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ, നമ്മുടെ നാട്ടിലുള്ള, കേരളത്തിലുള്ള ഒരു യൗവനക്കാരൻ്റെ ശുശ്രൂഷയുടെ വീഡിയോ കണ്ടപ്പോൾ തളർന്ന ഒരു സഹോദരി എഴുന്നേറ്റ് വരികയാണ്. അവരെ കാറിൽ കൊണ്ടുവന്നു. ഈ ദേവദാസൻ പോയി പ്രാർത്ഥിക്കുമ്പോൾ അവർ എഴുന്നേറ്റ് വരികയാണ്. ഞാൻ ചിന്തിക്കുകയാണ്, അവർക്ക് കാറിൽ യാത്ര ചെയ്തു വന്ന ആ സഹോദരി അതിൽ ഇങ്ങനെ കിടക്കുന്നത് പോലെയാണ്. അവർക്ക് നടക്കാൻ വയ്യാത്തൊരു നിലയിലാണ് അവിടെ കൊണ്ടുവന്നത്. അവിടെ ആ സൗഖ്യം സംഭവിക്കുമ്പോൾ ബാക്കി ജീവിതം ഗുണമേന്മയുള്ളതായി തീർന്നില്ലേ? ഇല്ലെങ്കിൽ എന്നും കിടക്കയിൽ ആയി പോകുമായിരുന്നു. അങ്ങനെ എത്രയെത്ര പേർ വിടുവിക്കപ്പെട്ട എത്രയെത്ര പേർ. 40 or 50 വയസ്സുള്ളൊരു മനുഷ്യൻ, ഇത് 20 വർഷങ്ങൾക്ക് മുന്നമേ ഉള്ള ഒരനുഭവമാണ്. 50 വയസ്സുള്ളൊരു വ്യക്തിയാണെന്ന് തോന്നുന്നു. അദ്ദേഹം കിടക്കയിൽ തളർന്നു കിടക്കുകയായിരുന്നു. അന്ന് സൗഖ്യമായതിന് ശേഷം ഇന്ന് അദ്ദേഹം ഇന്നും ആരോഗ്യത്തോടുകൂടെ ആയിരിക്കുന്നു. വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ഒരു കേടുമില്ലാതെ ശുശ്രൂഷയിൽ മക്കളെ, ദൈവദാസന്മാരെ സഹായിച്ചുകൊണ്ട് ഇന്നും ആരോഗ്യത്തോടു കൂടെ ആയിരിക്കുന്നു. അപ്പം ഞാൻ ചിന്തിച്ചു, 20 വർഷങ്ങൾക്ക് മുന്നമേ ആ കിടക്കയിൽ കിടന്ന് ഒരിക്കലും ഇനിയും എഴുന്നേറ്റ് വരാതെ വൈദ്യശാസ്ത്രത്തിന് തന്നെ സഹായിക്കുവാൻ കഴിയുമായിരുന്നില്ല. അങ്ങനെ മരിച്ചു പോകുമായിരുന്നു. എന്നാൽ സൗഖ്യമായി ഇന്നും ആരോഗ്യത്തോടു കൂടെ ആയിരിക്കുന്നു. ഓ ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. അതിനുവേണ്ടി ഒരു ദൈവദാസനെയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഉപയോഗിച്ചത്. ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങളെ അത്തരത്തിലുള്ള ഒരഭിഷക്തനാക്കി തലമുറയിൽ കർത്താവ് മാറ്റുവാൻ ആഗ്രഹിക്കുകയാണ്. ആയിരങ്ങളുടെ വിടുതലിന് വേണ്ടി കർത്താവ് നിങ്ങളെ ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്നു. ആയിരങ്ങളുടെ കണ്ണുനീർ തുടച്ചു മാറ്റുവാൻ വേണ്ടി കർത്താവ് നിങ്ങളെ ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഉപകരണങ്ങൾ പരിശുദ്ധാത്മാവ് തന്നെ തരും. അതിനുവേണ്ടി മറ്റുള്ളവരെ സഹായിക്കുവാൻ, ശുശ്രൂഷിക്കുവാൻ വേണ്ടിയുള്ള ഉപകരണങ്ങൾ പരിശുദ്ധാത്മാവ് തന്നെ നൽകിത്തരും. അതാണ് പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങൾ. ഈ ശബ്ദം കേൾക്കുന്ന അനേകരുടെ മേൽ ഒരു വലിയ പകർച്ച സംഭവിക്കുവാൻ പോകുന്നു. ആമേൻ. തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ
പരിശുദ്ധാത്മാവിൻ്റെ കൃപാദാനങ്ങൾക്കായി വിശേഷാൽ പ്രവചന വരത്തിനായിട്ട് വാഞ്ചിപ്പീൻ. 1 കൊരിന്ത്യർ അതിൻ്റെ 14-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യത്തിൽ തന്നെ അങ്ങനെയാണ് ആ അധ്യായം തുടങ്ങുന്നത്. സ്നേഹം ആചരിപ്പാൻ ഉത്സാഹിപ്പീൻ, ആത്മീക വരങ്ങൾ, സ്പിരിച്വൽ ഗിഫ്റ്റ്സ്, ന്യൂമാറ്റിക്കോൺ കറിസ്മ, വിശേഷാൽ പ്രവചനവരവും വാഞ്ചിപ്പീൻ. ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങൾ വാഞ്ചിക്കുക, പ്രവചനവരം വാഞ്ചിക്കുക, ന്യൂമാറ്റിക്കോൺ കറിസ്മ വാഞ്ചിക്കുക, സ്പിരിച്വൽ ഗിഫ്റ്റ്സ് വാഞ്ചിക്കുക. മറ്റുള്ളവരെ സഹായിക്കണമെന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ വലിയ ഡീപ്പ് ഡിസയർ ഉണ്ടാകട്ടെ. കർത്താവേ, ഈ ഭൂമിയിൽ ഞാൻ ജീവിക്കുമ്പോൾ സൂപ്പർ നാച്ചുറലായിട്ട് ഞാൻ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നു. സൂപ്പർ നാച്ചുറലി നാച്ചുറലി സൂപ്പർ നാച്ചുറൽ. ഇവിടെ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ സൂപ്പർ നാച്ചുറലായിട്ട് ഞാൻ ജീവിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. സൂപ്പർ നാച്ചുറലി സൂപ്പർ നാച്ചുറൽ. വാ, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. അത്തരത്തിലുള്ള ഒരു തലമുറയെ കർത്താവ് എഴുന്നേൽപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അതിൻ്റെ ഭാഗമാകുവാൻ ആഗ്രഹിക്കുന്നവർ ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു പകർച്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഞാൻ പ്രാർത്ഥിക്കുവാൻ പോകുന്നു. ഇപ്പോൾ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു പകർച്ച നിങ്ങളുടെ മേൽ വരും. പരിശുദ്ധ പിതാവേ, യേശുവിൻ നാമത്തിൽ അങ്ങയുടെ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, വലിയൊരു ദാഹം, വലിയൊരു വിശപ്പ് ഈ പ്രിയപ്പെട്ടവർക്ക് കൊടുക്കണം. ഈ തലമുറയിൽ ദൈവം നൽകിയിരിക്കുന്ന ശുശ്രൂഷ തികയ്ക്കുവാൻ തക്കവണ്ണം കർത്താവേ, അങ്ങയുടെ കൃപാദാനങ്ങളെ എന്നിലേക്ക് പകരണമേ എന്നുള്ളൊരു പ്രാർത്ഥന അവരിൽ നിന്ന് ഉയരണം. ഇവർ പ്രയോജനമുള്ളവരായി തീരണം കർത്താവേ. ദൈവത്തിൻ്റെ കരങ്ങളിലെ ഉപകരണങ്ങളായി തീരണം. മോശയെ അങ്ങ് ഉപയോഗിച്ചു, ദാവീദിനെ അങ്ങ് ഉപയോഗിച്ചു, ഇശ്യാവിനെയും ഇരമ്യാവിനെയും അങ്ങ് ഉപയോഗിച്ചു, ഏലിയാവിനെയും ഏലിശയെയും അങ്ങ് ഉപയോഗിച്ചു, പത്രോസിനെയും പൗലോസിനെയും അങ്ങ് ഉപയോഗിച്ചു, തിമോത്തിയോസിനെ അങ്ങ് ഉപയോഗിച്ചു, യോഹന്നാനെ അങ്ങ് ഉപയോഗിച്ചു. ഈ തലമുറയിലെ അപ്പോസ്തോലിക് ശുശ്രൂഷയ്ക്ക് വേണ്ടി, പ്രവാചക ശുശ്രൂഷയ്ക്ക് വേണ്ടി, ഈ തലമുറയിലെ സുവിശേഷകന്മാരായി, ഈ തലമുറയിലെ പാസ്റ്റേഴ്സായി, ഈ തലമുറയിലെ ഉപദേഷ്ടാക്കന്മാരായി ഈ ശബ്ദം കേൾക്കുന്ന ചിലരെ അങ്ങ് എഴുന്നേൽപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അവരുടെ മേൽ ഇപ്പോൾ തന്നെ ഒരു പുതപ്പ് വന്നു വീഴട്ടെ, ഒരു മാൻഡിൽ അവരുടെ മേൽ വന്നു വീഴട്ടെ, ഒരു തീ ഇപ്പോൾ അവരുടെ മേൽ കത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അഭിഷേകത്തിൻ്റെ തീ നിങ്ങളുടെ മേൽ കത്തട്ടെ, അഭിഷേകത്തിൻ്റെ തീ നിങ്ങളുടെ മേൽ കത്തട്ടെ. ഓ, താങ്ക് യു ലോർഡ് ജീസസ്, ഹല്ലേലൂയ. ഈ സമയത്ത് തന്നെ രോഗികൾ സൗഖ്യമാകട്ടെ. കർത്താവേ, ഈ ശബ്ദം കേൾക്കുന്നവർ, ശാരീരിക പീഡ അനുഭവിക്കുന്നവർ, രോഗത്തിലൂടെ കടന്നു പോകുന്നവർ ഇപ്പോൾ തന്നെ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. രോഗികൾ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. അത്ഭുതങ്ങൾ അങ്ങ് ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഓ, താങ്ക് യു ലോർഡ്, ഹല്ലേലൂയ, ആമേൻ. ഈ ഹാർട്ടിൽ വല്ലാത്ത പാൽപിറ്റേഷൻ അനുഭവിക്കുന്ന, തീവ്രമാകുന്ന ഹൃദയമിടിപ്പ് അനുഭവിക്കുന്ന വ്യക്തി, യേശുവിൻ നാമത്തിൽ ആ ഹൃദയം ക്രമത്തിലേക്ക് വരട്ടെ, ഹാർട്ട് ബീറ്റ് നോർമലാകട്ടെ എന്ന് യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ശരീരത്തിലെ ഗ്രോത്തുകൾ അപ്രത്യക്ഷമാകട്ടെ, ഹിരണിയ സൗഖ്യമാകട്ടെ. യേശുവിൻ നാമത്തിൽ ഹിരണിയ അപ്രത്യക്ഷമാകട്ടെ. യേശുവിൻ നാമത്തിൽ ഗ്രോത്തുകൾ അപ്രത്യക്ഷമാകട്ടെ. കിഡ്നികളുടെ മേൽ സൗഖ്യം നടക്കട്ടെ. ഏഞ്ചൽസ് ഇപ്പോൾ ഈ ശബ്ദം കേൾക്കുന്നവരുടെ ഭവനങ്ങളിൽ ഇറങ്ങട്ടെ. അവരുടെ കിഡ്നികൾ സൗഖ്യമാകട്ടെ, കേടുവന്ന കിഡ്നികൾ സൗഖ്യമാകട്ടെ. ഡയാലിസിസ് ഇല്ലാതെ ജീവിക്കുവാൻ കർത്താവ് സഹായിക്കണമേ. അത്ഭുതങ്ങൾ അങ്ങ് ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. രോഗികളെ യേശുവിൻ നാമത്തിൽ ഞാൻ സൗഖ്യമാക്കി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അടഞ്ഞ വഴികളുടെ മുൻപിൽ പതറി നിൽക്കുന്നവർക്ക് വേണ്ടി വഴികളെ തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അത്ഭുത വഴികളെ തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങത് ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ജോലിയില്ലാത്തവർക്ക് ജോലി കൊടുക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. അത്ഭുതങ്ങൾ, മഹാത്ഭുതങ്ങൾ അങ്ങ് ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ഹല്ലേലൂയ, ഗ്ലോറി ടു ജീസസ്, ഹല്ലേലൂയ. ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നു എന്ന് വിശ്വസിക്കുന്നു. മറ്റുള്ളവർക്ക് ഇത് പങ്കുവയ്ക്കണം. മാത്രമല്ല, ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുവാൻ വിനയപരിശ്രമം ഓർപ്പിക്കുന്നു. കർത്താവാകുന്ന യേശു നിങ്ങളുടെ കൂടെയിരിക്കും. ഗാഡ് ബ്ലെസ് യു. ആമേൻ. എല്ലാ പ്രഭാതത്തിലും 3 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു ചെറിയ സന്ദേശം വാട്സപ്പിൽ അയക്കുന്നുണ്ട്. നിങ്ങൾക്കത് ലഭിക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒരു മെസ്സേജ് അയയ്ക്കുക. ഞങ്ങളുടെ ഓൺലൈൻ റേഡിയോ ആയ ജീസസ് റെയിൻസ് റേഡിയോയുടെ ആപ്പ് ഇതുവരെയും ഡൗൺലോഡ് ചെയ്തിട്ടില്ല എങ്കിൽ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ലഭ്യമാണ്. ജീസസ് റെയിൻസ് റേഡിയോ എന്ന് ടൈപ്പ് ചെയ്ത ശേഷം സെർച്ച് ചെയ്യുക. ആപ്പ് നിങ്ങൾ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്താലും
എല്ലാ പ്രഭാതത്തിലും 4 മണിക്ക് ടങ്സ് പ്രെയർ ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങളുടെ ആത്മീയ വർധനവിനായി ദയവായി സൂമിൽ ജോയിൻ ചെയ്താലും. മീറ്റിംഗ് ID സ്ക്രീനിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. അതോടൊപ്പം തന്നെ എല്ലാ ബുധനാഴ്ചയും രാത്രി 10 മുതൽ 1 മണി വരെ നൈറ്റ് പ്രെയർ ഉണ്ടായിരിക്കുന്നതാണ്. നമുക്ക് ഒരുമിച്ച് രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദയവായി സൂമിൽ ജോയിൻ ചെയ്താലും. ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം ബെൽ ബട്ടൺ അമർത്താൻ മറക്കല്ലേ. ഈ സന്ദേശം മറ്റുള്ളവരിലേക്ക് അനുഗ്രഹമാകാൻ ഷെയർ ചെയ്താലും. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.